ഇന്ന് രാവിലെ തന്നെ നമ്മളിവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചപ്പാത്തി നിന്ന് മടുത്തവരാണോ? എന്നാൽ നമുക്കിന്നൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ? ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അപ്പോൾ ഗോതമ്പ് ദോശക്ക് ഗോതമ്പ് പൊടി, മുട്ട, ആവശ്യത്തിനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടാണ്ട് അടിക്കുക. വെള്ളം ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മളെ ഗോതമ്പ് ദോശക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. നല്ല നൈസായിട്ടുള്ള ദോശയാണ്. തിന്നാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്താൽ നല്ല മധുരത്തിൽ കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊന്നും കൂടി ഇഷ്ടമാവും. ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഇത് സാധാ പോലെ തന്നെ, അത് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല. തക്കാളി, വെള്ളുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല, ചിക്കനും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കും. നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ചിക്കൻ കറി, പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഷ്ടമായി ഒന്ന് ഉണ്ടാക്കി നോക്കി. എളുപ്പമല്ലേ?